ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. പെൺകരുത്ത് മുന്നേറട്ടെ. വനിതാ ദിനത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പെൺകരുത്തുകളെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ത്യയെ മാറ്റിമറിച്ച നിരവധി വനിതാ നേതാക്കളുണ്ട്. രാജ്യത്തിന് അവർ നൽകിയ സംഭാവന ചെറുതല്ല. ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി അത് ഓർക്കുകയാണ്. ഒരു റിപ്പോർട്ടിലേക്ക്. സ്വാതന്ത്ര്യ പോരാട്ടത്തിലും തുടർന്നിങ്ങോട്ടും അനവധി പെൺ പോരാളികളെ കണ്ടിട്ടുണ്ട് ഇന്ത്യ. സരോജിനി നായിഡു മുതൽ അക്കാമ ചെറിയാൻ വരെ നീളുന്ന സ്വാതന്ത്ര്യ സമരത്തിലെ സ്ത്രീ സാന്നിധ്യങ്ങളുടെ നീണ്ട നിര. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ കേട്ട ഏറ്റവും കരുത്തുറ്റ മുദ്രാവാക്യമായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ. ഇന്ദിരാഗാന്ധി എന്ന പേരെഴുതാതെ ആധുനിക ഇന്ത്യയുടെ ചരിത്രം അപൂർണം. കേരള ചരിത്രത്തിൽ KR ഗൗരിയമ്മയെ അടയാളപ്പെടുത്താൻ ഒരൊറ്റ വാക്കുമതി: പോരാളി. തമിഴക മണ്ണിന്റെ മൊത്തം അമ്മയായി മാറിയ കഥയാണ് ജയലളിതയുടേത്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജ്യത്തിനൊരു വനിതാ പ്രധാനമന്ത്രിയെ കിട്ടിയതിന് 2004. പക്ഷേ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ വഴി മറ്റൊന്നായി. ഇന്നും ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ അവസാന വാക്കാണ് സോണിയാഗാന്ധി. നിങ്ങൾ ചൊവ്വയിൽ കുടുങ്ങിപ്പോയാലും അവിടുത്തെ ഇന്ത്യൻ എംബസി നിങ്ങളെ രക്ഷിക്കാനെത്തുമെന്ന സുഷമ സ്വരാജിന്റെ വാക്കുകൾ ഇന്ത്യ മഹാരാജ്യം മറക്കില്ല. സുഷമ തെളിച്ച പാതയിലൂടെ BJPയുടെ പ്രധാന മുഖങ്ങളായ വനിതാ നേതാക്കൾ അനവധി. കോൺഗ്രസിനോട് തെറ്റിപ്പിരിഞ്ഞിറങ്ങിപ്പോയി സ്വന്തമായൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു മമതാ ബാനർജി. ബംഗാളിൽ ഇടതുകോട്ട തകർത്ത നേതാവെന്ന് രാജ്യത്തെ വനിതാ ശബ്ദങ്ങളിൽ പ്രധാനി. അല്പം നിറമങ്ങിപ്പോയത് വസ്തുത. പക്ഷേ ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്താൻ സാധിക്കാത്ത പേരായിരുന്നു മായാവതിയുടേത്. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അടിതെറ്റിപ്പോയെങ്കിലും മെഹബൂബ മുഫ്തി ഇല്ലാതെ കശ്മീരിന്റെ രാഷ്ട്രീയ ഭൂപടം പൂർണ്ണമാകില്ല. ബൃന്ദ കാരാട്ടും ആനി രാജയും തൊഴിലാളി വർഗ പോരാട്ടത്തിന്റെ മുന്നണി പോരാളികൾ. മഹാമാരിക്കാലങ്ങളിൽ ഒരു പെൺ നിശ്ചയദാർഢ്യം ആരോഗ്യ കേരളത്തെ താങ്ങി നിർത്തി. പേര് KK ശൈലജ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, മുൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വസുന്ധര രാജ സിന്ധ്യ, പ്രിയങ്ക ഗാന്ധി, മഹുവ മൊയ്ത്ര, കനിമൊഴി, അതിഷി, അങ്ങനെ നീളുന്നു രാഷ്ട്രീയ ഗോതയിൽ പെൺകരുത്തിന്റെ പേരുകൾ. റിസർച്ച് ഡെസ്ക് 24.